വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 months ആയിട്ട് യൂസ് ചെയ്ത് വരുന്നൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് തീരാറായി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ എടുത്ത് വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ വരുന്നത്. ജെൽ സൺസ്ക്രീൻ ആണ്. SPF 55 PA++ ആണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. 55 ആയതുകൊണ്ട് തന്നെ നല്ല കവറേജ് കിട്ടുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് നല്ല ഓയിലി സ്കിന്നാണ്. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇതൊരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആട്ടോ. ഒട്ടും തന്നെ നമ്മുടെ ഫേസ് ഒന്നും ഓയിലി ആക്കത്തില്ല. നല്ലൊരു സൺസ്ക്രീനാണ്. നന്നായിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവുകയും ചെയ്യും. അങ്ങനെ ഓയിൽനെസ് ഒന്നും നമ്മുടെ ഫേസിൽ കാണാൻ പറ്റത്തില്ല ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 50 gram ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 349 ആണ്. ഇത് ഞാൻ ആക്ച്വലി ഡീകൺസ്ട്രക്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓഫറിൻ്റെ ടൈമിലാട്ടോ ഞാൻ ഇത് വാങ്ങിയത്. ഇതും ഈ ഒരു സൺസ്ക്രീനും ഇതിൻ്റെ ഒരു വിറ്റാമിൻ C സിറവും ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സെയിം ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ വിറ്റാമിൻ C സിറവും അതുപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീനും ആയിരുന്നു ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഓഫറിലാണ് എനിക്ക് ഇത് രണ്ടും കൂടെ കിട്ടിയത്. ഇത് രണ്ടും കൂടെ ഏകദേശം ഞാൻ 600 something ആയിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കാണാം അല്ലേ. കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അത്രയ്ക്കും യൂസ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. നമ്മൾ 2 finger റൂളിലാട്ടോ എടുക്കുന്നത്. 2 finger റൂളിൽ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡോട്ടായിട്ട് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ സൺസ്ക്രീനൊക്കെ ഇടുമ്പോഴേ നമ്മൾ വെളിയിൽ പോകുന്നതിന് ഒരു 15 minute മുമ്പെയോ അല്ലെങ്കിൽ 30 minute മുന്നേ വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ SPF 30 വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ SPF 50 സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനൊത്ത സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്ലൂയിഡ് ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ജെൽ ബേസ്ഡ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പം ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാട്ടോ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫേസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഒരു വൈറ്റ് കാസ്റ്റ് പോലും എൻ്റെ ഫേസിൽ വന്നിട്ടില്ല. അപ്പം നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫേസിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും നല്ല ഈസിയാണ്. ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് സ്യൂട്ടാവും. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ വേറൊരാളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയുടെ റിവ്യൂ ആണ്. ഇങ്ങനെ ഫേസിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ഇട്ടിട്ട് മൊത്തം വൈറ്റ് കാസ്റ്റ് സ്പ്രെഡ് ആവുന്നില്ല, അരമണിക്കൂർ സ്പ്രെഡാക്കാൻ നോക്കിയിട്ട് പോലും സ്പ്രെഡ് ആവുന്നില്ല എന്നൊരു റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. ആ ആളുടെ ചിലപ്പം ഡ്രൈ സ്കിന്നായിരിക്കും. ഡ്രൈ സ്കിന്നിനൊക്കെ ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നിനൊക്കെ ഇത് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. സോ ഒരു കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാർക്കാണ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ നല്ല ഒരു ഓയിലി സ്കിന്നാണ്. അപ്പം എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴൊന്നും ഈ ഒരു സൺസ്ക്രീൻ ഒലിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പം എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർ വരുന്നവർ ഈ ഒരു സൺസ്ക്രീൻ എന്താണേലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. പല വെബ്സൈറ്റിലൊക്കെ ഈ ഒരു സൺസ്ക്രീൻ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, നൈക്ക, പർപ്പിള്, അതുപോലെ തന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്തൊക്കെ ഇത് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ ഇത്. ഇതിൻ്റെ പരുവം കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു 4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നത് ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത കുറേ റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.